ഹലോ ഗൈസ്, വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നിയോ ബേബി ഇതാ ചിരിച്ചിട്ട് താഴെ വന്നിരിക്കുന്നു. വീട്ടിൽ പറമ്പിൽ 2 മയിലുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മയിലുകളൊക്കെ നിയോ ബേബിക്ക് കാണിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ ഫുഡും കഴിച്ച് പത്രമൊക്കെ വായിച്ച് നിയോ ബേബിയുടെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പൊന്നു കുളിക്കാൻ പോയി. ഞാനും നിയോയും കൂടെ പുറത്തിറങ്ങി പതിവ് പോലെ. 10 മണിച്ചെടിയിൽ ഇന്നും പൂവുണ്ട്. അങ്ങനെ നിയോ ബേബിക്കൊരു പൂവ് പൊട്ടിച്ചു കൊടുത്തു. നിയോ ബേബിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ പൂവായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഉമ്മറത്തിരുന്ന് അങ്ങനെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചമ്മ വന്നു. അച്ചമ്മ നിയോ ബേബിനെ എടുത്തു. ദച്ചുനും ധ്രുവീനും കണ്ടിട്ട് ഉമ്മ ഇതാ കൊടുക്കുന്നു. ദച്ചും ധ്രുവി ഇപ്പോൾ വീട്ടിലില്ല. ഇപ്പോൾ കാത്തൂന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഇതുപോലെ കാണിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നിയോ ബേബിക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് കണ്ണപ്പൻ വന്ന്. അങ്ങനെ ഓഫീസിൽ പോകുന്ന വഴി കണ്ണപ്പനെ സ്കൂളിൽ വിട്ടു. തിരിച്ചു വന്നപ്പോൾ അച്ചമ്മയും കുട്ടിയും കൂടിയിട്ട് ഇതാ കാറിൻ്റെ മുകളിലിരുന്ന് കളിക്കും. ഉച്ചയ്ക്ക് എനിക്കുള്ള ഫുഡാണിത്. അത് കഴിഞ്ഞിട്ട് നിയോ ബേബിക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അച്ചമ്മ അരി ഉണക്കാട്ടുണ്ടായിരുന്നു. അത് എടുക്കുന്ന സമയത്ത് നിയോ ബേബി അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു. വൈകിട്ട് വന്നപ്പോൾ ശ്രദ്ധ അച്ചമ്മയും അച്ഛനൊക്കെ കൂടെ നിയോ ബേബിനെ കളിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അച്ചമ്മ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ കുഞ്ഞ് കുറച്ച് നേരം വിളക്കിൻ്റെ ഒക്കെ അടുത്തിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ വൈകിട്ട് വീണ്ടും ഓഫീസിൽ പോയി രാത്രിയായി തിരിച്ചു വരാം. രാത്രി തിരിച്ചു വന്നപ്പോൾ നിയോ ബേബിക്ക് എൻ്റെ ബാഗ് വേണം. പിന്നെ നിയോനായിട്ട് കുറച്ച് നേരം കളിച്ച് എൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കാനുള്ള സെറ്റപ്പിലായി. അപ്പോൾ പൊന്നു എൻ്റെ മേത്ത് കിടന്നിട്ട് ഇതുപോലെ കാണിച്ചു കൊടുക്കുമ്പോൾ നിയോ ബേബി അതേപോലെ കിടക്കാം. അപ്പോൾ ഓക്കെ, എന്നാൽ ഇത്രയേ ഉള്ളൂ. ബൈ.